ഹലോ അസ്സലാമലൈക്കും. വൈകുന്നേരം ഇപ്പം അമ്മച്ചിക്കൊരു പൂതി ഇമ്മമ്മനെ കാണണം എന്നുള്ള കുറേ ദിവസം ഇമ്മമ്മേൻ്റെ അടുത്തേക്ക് പോയിട്ട് അപ്പം ഞാനും വിചാരിച്ച് പോയാലോ. ആദ്യം നീനുനെ കൂട്ടാനാണ് പോയത്. ഇമ്മൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി കിട്ടുകയാണ് ഓസ് അടിക്കാൻ കഴിഞ്ഞിട്ടോ. നേരെ നീനു സ്കൂളിൽ പോയിട്ട് നീനുനെ പിക്ക് ചെയ്ത് വരുമ്പോൾ നീനുൻ്റെ ഡയലോഗ്, ഈ എന്തിനാ വന്നേ, ഇമ്മച്ചിനെ വിട്ടാൽ പോരും, എനിക്ക് എന്നെ ഇഷ്ടമല്ല, എനിക്ക് എന്നെ വേണ്ട, എൻ്റെ ഇമ്മച്ചി എവിടെയെന്ന് നോക്കി. ഇമ്മച്ചി ചോദിക്കണം എൻ്റെ ഉമ്മാനോട് ഉമ്മാന്ന് വിളിക്കുക, എന്നെ ബാനു എന്നിട്ട് വിളിക്കുക. അതാ നേരെ പോയത് ഓളെ പ്ലേ ഗ്രൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ശക്തിയാണ്, എനിക്കിതൊക്കെ ചെയ്യാനാണ്, എനിക്കറിയില്ലല്ലോ, ഞാൻ എന്നെക്കാട്ടി വലിയ കേളായി, ഞാൻ വലിയ കുട്ടിയായി, ഞാൻ ഒറ്റയ്ക്ക് എടുക്കും അത് ഇത് എന്നൊക്കെ ഡയലോഗ് ഇടുക കേട്ടോ. എന്തൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോരാൻ വലിയ ഉദ്ദേശമൊന്നുമില്ല, മനസ്സോട് കൂടി ഞങ്ങളെ കൂടെ വന്നിട്ട്. അപ്പോൾ പിന്നെ ഉമ്മമാരുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഏറെക്കുറെ സന്തോഷത്തോട് കൂടിയിട്ടാണ് വരുന്നത്. കാരണം ഉമ്മമാരുടെ അടുത്ത് നിൽക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. ഉമ്മമാരുടെ കൂടെ ഉമ്മമ്മയും ചെറിയ കുട്ടിയാണ്, ഓളും ചെറിയ കുട്ടിയാണ്, അത് വലിയ കുഴപ്പമില്ല, രണ്ടാളും ഓക്കെ. പിന്നെ എത്ര ചോദിച്ചാലും എനിക്കൊരു ലേസിൻ്റെ കഷ്ണം പോലും തരാത്ത ഓൾ എനിക്ക് എന്താണെന്നറിയില്ല, ഇന്ന് എന്തോ ഒരു സ്നേഹത്തിൻ്റെ പുതിയ ലേസിൻ്റെ കഷ്ണം തന്നെ എന്ത് ഉദ്ദേശിച്ചില്ലാന്ന് എനിക്കറിയാം. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടായിരിക്കും. പകുതിക്കെത്തിയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കുള്ള സുഖം എന്താ അറിയോ, ഉമ്മൻ്റെ വീട്ടിലേക്ക് പോവുകയാണെങ്കിലും ഉമ്മൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണെങ്കിലും ഏട്ടത്തിൻ്റെ വീട്ടിൽ പോവുകയാണെങ്കിൽ അമ്മമാരുടെ വീട്ടിലൊക്കെ പോവുകയാണെങ്കിലും നടക്കാനുള്ള ദൂരേ ഉള്ളൂട്ടെ. പോകാൻ വിചാരിച്ചാൽ അപ്പം നമുക്ക് പോകട്ടെ. കാരണം ഒക്കെ ഒരേ അങ്ങാടിയിലാണ്, വലിയ ഡിസ്റ്റൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഒന്നും ഒരു കയറ്റം കയറാനും ഇറങ്ങാനുള്ള ഒരു ദൂരേ ഉണ്ടാവുള്ളൂ. നേരെ അത് അമ്മമാരുടെ അടുത്തെത്തി നല്ലൊരു ചായയും പഴംപൊരിയും കഴിച്ചിട്ട് നേരെ പോയത് വീട് പണി എടുക്കുന്ന സ്ഥലത്തേക്കാട്ടോ. ഞങ്ങളെ വീടൊന്നും കണ്ടില്ല, അപ്പം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. കുറേ നാളത്തെ സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത് കേട്ടോ. എൻ്റെ അനിയത്തിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ നമുക്ക് വീട് എടുക്കുന്നതും. അപ്പോൾ നേരെ അവിടെ പോയിട്ട് അവിടെ ചെറിയൊരു സംഭവം ചെക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് ബാത്റൂമിൻ്റെ മേലെ വെള്ളം കെട്ടിക്കുന്നുണ്ട്, അതൊന്ന് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴൊന്ന് ടൈം കിട്ടിയത് എന്നാൽ നല്ല മഴയായിരുന്നു. അപ്പോൾ നേരെ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ടെറസല്ല സൺസൈഡ്. പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കർമൂസ മരമൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. കർമൂസ മരം മീൻസ് പപ്പായ മരം. പിന്നെ നമ്മുടെ ഗൃഹനാഥ താഴെ നിന്നിട്ട് നല്ലോണം ചൂടാവുന്നുണ്ട് കേട്ടോ. എന്തിനാ അതിൻ്റെ മേലെ കയറി കെട്ടി മറിഞ്ഞ് നിൽക്കുന്നത്, വേണ്ടി ഇറങ്ങിക്കൂടിൻ്റെ അടുത്ത് പൈസ ഒന്നും ഇല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ഞാൻ തിരിഞ്ഞു നോക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെ ആന ചേന എന്നൊക്കെ പറഞ്ഞ് താഴെ നിന്ന് പെരും ചീത്താറെല്ലാം ഇത് കേട്ടോ. പോരാതെ നീനും കൂടി ഞങ്ങളെ വയറ്റിൽ കയറിയിട്ടുണ്ട്, അപ്പോൾ അതും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്. ഓക്കെ, ബൈ.